നിങ്ങളത് മേടിക്കുകയും ചെയ്യും, നിങ്ങളെ കൊണ്ട് ഞാനത് മേടിപ്പിക്കുകയും ചെയ്യും. അതെ, എനിക്കൊരു 3000 രൂപ വേണം. 3000 രൂപയോ സുമേ? ഞാൻ ഓൺലൈനിൽ നിന്ന് 2 ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വരും. നിനക്ക് വല്ല പ്രാന്തുണ്ടോ? ഇന്നാളല്ലേ നമ്മൾ ഡ്രസ്സ് എടുത്തത് പോയിട്ട്, ഇനി ഓൺലൈനിൽ ഇനി ഡ്രസ്സ് എടുക്ക്. എനിക്കൊരു ഡ്രസ്സ് എടുക്കാനും പാടില്ല. എന്തെങ്കിലും കാണിക്കും. 3000, 4000, 5000 എത്ര ചെടുക്ക്. ഏട്ടാ ഒന്ന് കേട്ട് വന്നേ. എന്താ സുമേ? നിങ്ങളിത് കണ്ടോ? ആകെ പൊട്ടി പൊളിഞ്ഞുണ്ട്. എന്നാ ഇതെല്ലാം കൂടി തലേ കൂടെ വീഴാറിയില്ല. എന്റെ പൊന്നു സുമേ, അത് ജസ്റ്റ് ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനാണോ നീ ഇങ്ങനെ കിടന്നലറുന്നത്? എന്ത് വാട്ടർ പ്രൂഫ്? ഇത് വാട്ടർ പ്രൂഫ് ഒന്നും ചെയ്താൽ മാറൊന്നുമില്ല. നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് മാറാം. പുതിയ വീട്? 10 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ വീട് വെച്ചിട്ട്, എന്നിട്ട് ആ പുതിയ വീട്ടിലേക്ക് മാറണം എന്ന് പറയുന്നത്. നിനക്ക് പ്രാന്താടി. നിങ്ങൾ ഇങ്ങനെ ദാരിദ്ര്യവും പറഞ്ഞു നടന്നോ? ഇത് ഇടിഞ്ഞ് തലേ കൂടെ വീഴുമ്പോ മനസ്സിലായിക്കോളും. ആരാ ഇതെന്താ ഒട്ടിക്കണേ? മാഡം, ഞാൻ SMG ബാങ്കിൽ നിന്നാണ്. ഇത് ജപ്തി നോട്ടീസാണ്. ജപ്തി നോട്ടീസോ? നിങ്ങൾ എന്തൊക്കെയാ പറയണേ? മാഡം, ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ഇവിടുത്തെ സാർ വലിയൊരു സംഖ്യ ലോൺ എടുത്തിട്ടുണ്ട്. 1.5 വർഷമായി ഒരടവ് പോലും ഇവിടേക്ക് തിരിച്ചടച്ചിട്ടില്ല ബാങ്കിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല. സോറി. പിന്നെ മാഡം, ഈ കടലാസ് സാറിന് കൊടുക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇതെന്താ ഇത്? ഇത് ബാങ്കിൽ നിന്ന് വന്ന കടലാസാ? നിങ്ങൾ എന്താ ഈ വീട് വിറ്റോ? ഓ, ഇത് വന്നല്ലേ, ഞാൻ പ്രതീക്ഷിച്ചതാ. നീ എന്താ വിചാരിച്ചത്? നീ തോന്നുമ്പോൾ നിനക്ക് ഓരോ സാധനം വാങ്ങിത്തരണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചത്? ഞാൻ ഈ വീടിൻ്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചിട്ടാണ് നീ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിനക്ക് ഞാൻ പൈസ തന്നുകൊണ്ടിരുന്നത്. ലോൺ അടയ്ക്കാത്തപ്പോൾ ബാങ്ക് ജപ്തി നടപടി സ്വീകരിച്ചു. ഇനി എന്താ? നീ തെരുവിലേക്ക് ഇറങ്ങടി. ആവാം, ആവശ്യത്തിനാവാമില്ലതും അനാവശ്യത്തിനാവരുത്. നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ട് വേണം ചെലവാക്കാൻ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ തെരുവിൽ കിടക്കേണ്ടി വരും. നീ അനുഭവിക്കണം. കുറച്ചു മുന്നേ നമുക്ക് പറയാനൊരു വീടുണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. എല്ലാത്തിനും കാരണം നീയാണ്. നിന്റെ ദൂർത്താണ്. ഇറങ്ങിക്കോ.